കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ ട്രയൽ നാളെ മുതൽ തുടങ്ങും. ഇതിനായി വിമാനം കൊച്ചിയിലെത്തിച്ചു. 20 സീറ്റുള്ള ഇരട്ട എഞ്ചിൻ വിമാനമാണ് സർവീസ് നടത്തുക. 12 പരീക്ഷണ പറക്കലുകളാണ് തീരുമാനിച്ചിരിക്കുന്നത്. 3 ദിവസം കൊണ്ട് ഇത് പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. ബിന്നിൽ ചേരുന്നുണ്ട്. ബിന്നിൽ, അഗന സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യത്തിലേക്കുമ്പോൾ അതിന്റെ മറ്റ് ക്രമീകരണങ്ങൾ, ട്രയലൊക്കെ എങ്ങനെയാണ്? പ്രതീക്ഷ, ലക്ഷദ്വീപിന്റെ വിനോദസഞ്ചാര മേഖലയിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ളൊരു പദ്ധതി തന്നെയാണ്. ഉഡാൻ സ്കീമിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്ത് അടക്കം വിവിധ മേഖലയിൽ ഇത്തരത്തിലുള്ള സീപ്ലെയിൻ സർവീസുകൾ കൊണ്ടുവരാൻ നേരത്തെ ആലോചനയുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കൊച്ചിയിൽ നിന്ന് സീപ്ലെയിൻ ഇടുക്കിയിലേക്ക് പറന്നുയരുകയും ചെയ്തത്. ഇപ്പോൾ ലക്ഷദ്വീപിലേക്കുള്ള ട്രയൽ റണ്ണാണ് തുടങ്ങുന്നത്. ആ ട്രയൽ റൺ തുടങ്ങുമ്പോൾ അത് സക്സസ് ആയി കഴിഞ്ഞാൽ ഇനി മറ്റ് സർവീസിലേക്ക്, അതായത് ആളുകളെ കയറ്റിയുള്ള മറ്റേ വിനോദസഞ്ചാരികളെ കയറ്റിയുള്ള സർവീസിലേക്ക് നീങ്ങുകയും ചെയ്യും. ഈ ട്രയൽ റണ്ണാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊച്ചിയിൽ നിന്ന് അഗത്തിയിലേക്കും അഗത്തിയിൽ നിന്ന് ലക്ഷദ്വീപിന്റെ വിവിധ ദ്വീപ് സമൂഹങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രയൽ റൺ തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ അഗത്തി, കൽപ്പേനി, കവരത്തി, കടമത്ത്, കിൽത്താൻ ദ്വീപുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു സർവീസാണ് ആലോചിക്കുന്നത്. 3 ദിവസമാണ് ഈ ട്രയൽ റണ്ണിന് വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കാലാവസ്ഥ അനുകൂലമായാൽ നാളെ തന്നെ ആ ട്രയൽ റൺ ആരംഭിക്കും. ആ 3 ദിവസം കൊണ്ട് 20 ട്രയൽ റൺ പൂർത്തീകരിക്കുക എന്നതാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. സ്കൈ ഹോപ്പാണ് വിമാനം നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരികയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നാളെ മുതൽ ആ ട്രയൽ റൺ ആരംഭിക്കുകയാണ്. ട്രയൽ റൺ സക്സസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് സർവീസിലേക്ക് കടക്കുകയും ചെയ്യും. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്.